ഹലോ കൂട്ടുകാരെ. എങ്ങനെയുണ്ട് എൻ്റെ ടോപ്പ്, എൻ്റെ നെക്ക്? ഇതാണ് എൻ്റെ ഫേവറേറ്റ് നെക്ക്. ഞാൻ എല്ലാ ടോപ്പിനും ഈ കഴുത്തിൽ തയ്ക്കാറുള്ളൂ കേട്ടോ. എനിക്കിതാ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ ഷോളും കൂട്ടാലേ ഇതിനൊരു ഭംഗി വരും. അപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ തയ്ച്ച ചുരിദാർ? കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്? അപ്പം നിങ്ങളും പഴയ തുണിയിലേക്ക് ആദ്യം തയ്ച്ച് പഠിക്കുക കേട്ടോ. ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ വരും, പിന്നെ അങ്ങ് ശരിയായിക്കോളും കേട്ടോ. അപ്പം നമ്മൾ പഴയതെടുത്ത് വെച്ച് വേണം ആദ്യം വെട്ടി തയ്ച്ച് പഠിക്കുക. ഞാൻ ഫ്രണ്ട് പോർഷൻ വെട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പോർഷൻ വെട്ടാം. ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ലൈനിങ് ആണ് കേട്ടോ. ഞാൻ ലൈനിങ് കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. ഫ്രണ്ടും ബാക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതിന് കൈക്ക് നമുക്ക് വേറെ കിട്ടാത്തത് കൊണ്ട് നമുക്ക് കുഞ്ഞ് കൈ വെക്കാനേ പറ്റുള്ളൂ എന്നാ തോന്നുന്നത്. അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യണ്ടേ? നിങ്ങൾക്കറിയാലോ, ഞാൻ അളവെടുത്തൊന്നും വെക്കത്തില്ല. അങ്ങനെയൊക്കെയാണ് കിട്ടും. ഞാനും ഇങ്ങനെയൊക്കെ പല വീഡിയോസിലും പലതിലുമൊക്കെ കണ്ടൊക്കെയാണ് കേട്ടോ ഓരോന്ന് തയ്ച്ച് പഠിക്കുന്നത്. അല്ലാതെ ഞാൻ പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, തയ്ച്ച് പഠിക്കാതെയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയാതെയോ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ വന്ന് ചോദിക്കാറുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നമ്മളൊരു ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആ ഫുഡ് എങ്ങനെ ഉണ്ടാക്കുന്നുള്ള റെസിപ്പി നമ്മൾ യൂട്യൂബിൽ എവിടെയെങ്കിലുമൊക്കെ സെർച്ച് ചെയ്തിട്ട് നമ്മൾ അതുപോലെ ശരിയാക്കി എടുക്കൂല്ലേ? അതുപോലെ വന്നില്ലെങ്കിൽ ഒരുവിധം നമ്മൾ അങ്ങനെയൊക്കെ കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് കിട്ടും. അതനുസരിച്ച് തന്നെ ഞാനും ഓരോന്നൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ചുരിദാറൊക്കെ തയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നല്ല രീതിയിൽ വെട്ടി അളവൊക്കെ എടുത്ത് തയ്ക്കുന്ന ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തു തരാം കേട്ടോ. അങ്ങനെ വേണ്ട കഴുത്തടിക്കുകയാണ് കേട്ടോ. ഞാനിതിന് കട്ടിക്ക് വേറെ പേപ്പറുകളോ മറ്റു തുണികളോ ഒന്നും വെക്കുന്നില്ല കേട്ടോ. കാരണം ഈ തുണിക്ക് തന്നെ നല്ലൊരു കട്ടിയുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ അതൊന്നും വെക്കാതെ അടിക്കുന്നത് കേട്ടോ. കാര്യം കൂടുതൽ കട്ടിയായി കഴിഞ്ഞാൽ എൻ്റെ സൂചി ഒടിഞ്ഞും പോകും. എന്തായാലും അത് തയ്ച്ച് നല്ല വൃത്തിയായിട്ട് എടുത്ത് എൻ്റെ കഴുത്തിൻ്റെ ഷേപ്പ് കണ്ടോ. എനിക്ക് ഇങ്ങനത്തെ കഴുത്താണ് ഇഷ്ടം കേട്ടോ. കൂടുതൽ മോഡലൊന്നും ഞാൻ വെക്കുന്നില്ല. അതുകൊണ്ട് ഈ സാധാ കഴുത്താണ് കേട്ടോ. പക്ഷെ നല്ല രസമാണ് ഈ കഴുത്തൊക്കെ ഇട്ടിട്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തയ്ച്ചെടുക്കുന്നത്. ഒന്ന് രണ്ടൊട്ടമൊക്കെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മ വരും. ടോപ്പ് തയ്ക്കുമ്പോൾ നമ്മുടെ ഷേപ്പ് എങ്ങനെ അടയാളം ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഈ എൻഡ് തൊട്ട് ഫുള്ള് പിടിക്കണം. ഞാൻ അടയാളം ചെയ്യുന്ന രീതിയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ എൻഡ് നാട്ടെ 24 അപ്പോൾ എനിക്ക് 24 വേണ്ട, എനിക്കൊരു 20 മതി. അപ്പോൾ 20 ഞാൻ എത്ര അടയാളം ചെയ്യണം? 4 കുറയ്ക്കണം. അപ്പോൾ അതിലൊരു 2 ഇവിടെ ഇങ്ങോട്ട് എടുക്കും കേട്ടോ. 1 2, പിന്നെ ഇവിടുന്ന് ഒരു 2 മാറ്റും. 1 2. അപ്പൊ ഈ രണ്ടും കുറച്ച് കഴിയുമ്പോൾ ബാക്കി കറക്റ്റ് നമുക്ക് ആ 20 വരും കേട്ടോ. ഇതില് കാണിക്കുന്ന 30 ആണെങ്കിൽ എന്റെ 10 ടേപ്പ് അളവ് കുറവായതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നാണ്ട 20, കറക്റ്റ് 20 വന്നു. ഇനി നമുക്ക് ഈ വയറിന്റെ അടുത്ത് ആ ഒരു വണ്ണം ഉണ്ടല്ലോ, അത് അടയാളം ചെയ്യാം. അത് എനിക്കൊരു 16 മതി. 16ഉം 4 20 22 ഉണ്ട്. അപ്പൊ 22 ഉള്ളപ്പം 21 ഉള്ളപ്പം നമ്മൾ 21 ഉള്ളതിന്റെ 16 കഴിഞ്ഞിട്ട് 5, അപ്പൊ 2.5 അടയാളം ചെയ്യണം കേട്ടോ. ഇവിടുന്ന് ഒരു 2.5, ഇവിടുന്ന് ഒരു 2.5, 2, ഇവിടുന്ന് ഒരു 2 എടുത്ത്. അപ്പൊ ഈ 2 കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് എത്ര ഉണ്ടെന്ന് അളന്ന് നോക്കാം. അപ്പൊ അതിനകത്തൊരു 17.5 കാണിക്കണം. അപ്പൊ ഒരു 1/2 ഇഞ്ചും കൂടെ മാറ്റാം. 1/2 ഇഞ്ചും കൂടെ മാറ്റുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ ഷേപ്പ് കിട്ടും. കറക്റ്റ് 16 ഇട്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് 16 മതി. പിന്നെ അത് കഴിഞ്ഞ് സ്ലിറ്റ് ഇറക്കാം. ഒരു 12.5 എടുക്കാം. ഇവിടെ ഒരു 12.5. ഓരോരുത്തരും അവരവരുടെ ടേപ്പിന്റെ അളവനുസരിച്ച് എടുക്കണം കേട്ടോ. എനിക്കിവിടെ ഒരു 20 മതി. അപ്പൊ 20 ആകുമ്പോൾ ഇത് 22 ഉണ്ട്. അപ്പൊ 1 ഇഞ്ച് ഇവിടെ നിന്നോട്ടൊരു 1 ഇഞ്ച് അടയാളം ചെയ്യും. ഇപ്പൊ 1 ഇഞ്ച് അടയാളം ചെയ്തിട്ട് നമുക്ക് നോക്കാം കറക്റ്റ് 20 ഉണ്ടോ ഇല്ലയോ. കറക്റ്റ് 20 അപ്പൊ എന്റെ അളവ് കറക്റ്റ് ഇങ്ങനെ. അപ്പൊ ഞാൻ അറിയാത്തവർക്കാണെങ്കിൽ ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചിടാം കേട്ടോ. അപ്പൊ അതിനകത്തൂടെ വരച്ചങ്ങ് എടുത്താൽ മതി. ഇത് ഇങ്ങനെ വരച്ചെടുക്കുക. ഇപ്പൊ നമ്മളെ ഷേപ്പ് ആയിട്ടുണ്ട് കറക്റ്റ്. കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയാൻ വയ്യ. ഷേപ്പ് വരച്ച് വെച്ചിട്ടുണ്ട്. കറക്റ്റ് വണ്ണം ഇവിടെ ഷേപ്പ് വണ്ണം നമ്മൾ അളന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈവണ്ണം എടുക്കാം. കൈവണ്ണം എനിക്കൊരു താഴെ വരുമ്പോൾ ഒരു 5.5 കേട്ടോ.
5.5 വെട്ടം അടിക്കുന്നില്ല എന്നാ തോന്നുന്നത്, കാലാവസ്ഥയുടെ കേട്ടോ. 5.5 അടയാളം ചെയ്യും. ഇവിടെ എനിക്കൊരു 6.5 എടുക്കും കേട്ടോ. 6.5 വേണ്ട, എനിക്കൊരു 6 മതിയാവും. അത് 6.5 കിടക്കട്ടെ. അതേപോലെ തന്നെ ഇവിടെ. ഇനി നമുക്ക് ആ ഷേപ്പ് വരച്ചതിനകത്തൂടെ തയ്ച്ചെടുക്കാം കേട്ടോ. നമ്മൾ ആ വരച്ചിരിക്കുന്ന കറക്റ്റ് അതേപോലെ തന്നെ നിർത്തിയും കുത്തിയും ഒന്നും കൊടുക്കാതെ അടിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഷേപ്പ് കറക്റ്റാക്കി അടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്ലിറ്റും കറക്റ്റായിട്ട് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഈ താഴെ കൊണ്ട് കുത്തി നിർത്തുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മളൊരു കെട്ടിട്ട് വേണം എപ്പോഴും നിർത്താൻ. സ്ട്രെയിറ്റ് ആയിട്ട് ആ ടോപ്പ് കിടക്കുള്ളൂ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുരിദാർ നമ്മൾ ഇടുമ്പം കാണാം ഒരിടത്ത് കോണിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ ഷേപ്പ് കറക്റ്റായിട്ട് അടയാളം ചെയ്ത് കറക്റ്റായിട്ട് ആ ഷേപ്പ് വെട്ടി അടിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അത് ഞാൻ ഇത് തയ്ച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ താഴോട്ട് ആ ഷേപ്പിൻ്റെ ആ ഒരു 1/2 ഇഞ്ചിന് വേണ്ടി മാത്രമേ നമ്മൾ തയ്യൽ തുമ്പ് വിടുന്നുള്ളൂ കേട്ടോ. ആ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് മാത്രം അത്രയും തന്നെ കട്ട് ചെയ്ത് വെക്കണം. അധികം തുണി ഒരിക്കലും ഇടരുത്. എന്നിട്ട് നമ്മൾ സൈഡെല്ലാം അടിച്ചെടുക്കുകയാണ് കേട്ടോ. ഈ സൈഡ് അടിച്ചെടുക്കുമ്പോൾ സമയത്ത് ആ ഷേപ്പ് കറക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഈ മൂലയുണ്ടല്ലോ, ഈ എൻഡ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇവിടെയും കൂടെ കറക്റ്റായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കറക്റ്റായി കേട്ടോ. നമ്മുടെ ടോപ്പിൻ്റെ ഷേപ്പ് കറക്റ്റായാൽ കറക്റ്റായിട്ട് ഇതും നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ആ മൂല അടിച്ചെടുക്കുമ്പോൾ നമ്മളവിടെ വന്നിട്ട് ഒന്ന് ആ സെൻറ്റർ തന്നെ കറക്റ്റായിട്ട് കുത്തി അടിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ലോക്കിട്ടും കൂടെ അടിച്ചെടുക്കാമെങ്കിൽ നമ്മൾ ഇടുമ്പോഴും അത് നല്ല നേരെ തന്നെ കിടക്കും. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏങ്കോണിച്ചൊന്നും ഇടിക്കില്ല. അടിപൊളിയായിട്ട് സ്ലിറ്റ് വന്നിട്ടുണ്ട്. ആ ഷേപ്പിനോട് ചേർന്ന് തന്നെ ഈ സ്ലിറ്റ് പോയേക്കുന്നത്. നല്ല ഫിനിഷിങ് വന്നിട്ടുണ്ട്. ഇതിലവിടെ ഒരു വളവോ ചരിവോ ഒന്നുമില്ല. കറക്റ്റ് ആ ബോഡി ഷേപ്പിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. ബോഡി ഷേപ്പിൻ്റെ കറക്റ്റ് സ്ട്രെയിറ്റിൽ തന്നെയാണ് ആ സ്ലിറ്റും പോയിരിക്കുന്നത് കണ്ടോ. അപ്പം നമ്മൾ ഇത് ഇടുമ്പോഴും നല്ല ഷേപ്പായിരിക്കും.